പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്ത ഇന്ത്യയുടെ നിലപാടിനെ പുകഴ്ത്തുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പേരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര്. അദ്ദേഹത്തെ വാനോളം പ്രശംസിക്കുകയാണ് എല്ലാവരും. ഒരിക്കൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന നടൻ ഹരീഷ് പേരടി ഇപ്പോൾ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തെ പെറ്റമ്മയായി കാണുന്ന ഉറച്ച നിലപാടുള്ള രാജ്യത്തിന്റെ കാവൽക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഉറങ്ങാതെ ഇരിക്കുന്നതിനാൽ ഞാനും മറ്റു 150 കോടി ജനങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന് അദ്ദേഹം കുറിച്ചു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ: ജനിച്ച രാജ്യത്തെ പെറ്റമ്മയും പോറ്റമ്മയുമായി കാണുന്ന, രാജ്യമെന്നാൽ തന്റെ ഹൃദയമാണ് എന്ന് കരുതുന്ന ഉറച്ച നിലപാടുള്ള ഈ മനുഷ്യൻ ഉറങ്ങാതെ കാവലിരിക്കുന്നതിനാൽ ഞാനും എന്റെ 150 കോടി സഹോദരങ്ങളും ഇന്ന് കൂർക്കം വലിച്ച് ഞങ്ങളുടെ പെറ്റമ്മയുടെ മടിയിൽ സുഖമായി ഉറങ്ങും. പക്ഷേ എല്ലാ 51 വെട്ടുകളെയും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും തീവ്ര ഹമാസിയൻ മനുഷ്യവിരുദ്ധമായ കൂട്ടക്കുരുതികളെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന സ്വരാജ്യങ്ങളല്ലാത്ത അയൽരാജ്യങ്ങളായ കള്ള നാണയങ്ങൾ, യുദ്ധം വേണ്ട എന്ന മഹാന്മാരുടെ മുദ്രാവാക്യങ്ങൾ ചേരാത്ത സ്വന്തം നെറ്റിയിൽ തേച്ചൊട്ടിച്ചിറങ്ങുന്ന കപട ബുദ്ധിജീവി കൂട്ടങ്ങൾ ഇന്ന് കിടക്കപ്പായിൽ ഉറക്കം കിട്ടാതെ ശയന പ്രദക്ഷിണം നടത്തും. ജയ് മോദിജി, ജയ് ഹിന്ദ്. ജയ് ഹിന്ദിനൊപ്പം ജയ് മോദിജി എന്ന മുദ്രാവാക്യം കൂടി ഇപ്പോൾ പല ഭാരതീയരും തങ്ങളുടെ ഹൃദയത്തിൽ ചേർക്കുന്ന ഒരു മുദ്രാവാക്യമാക്കിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വരവോടെ, അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങിയതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ സമാധാനങ്ങളാണ് ഓരോ ഭാരതീയനും ഉണ്ടായത്. നമുക്കറിയാം, പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഏറ്റവും നമ്മളെയൊക്കെ വേദനിപ്പിച്ച മുഖമായിരുന്നു ഭർത്താവിന്റെ അനക്കമില്ലാത്ത ശരീരത്തിന് സമീപം വളരെ ഹൃദയവേദനയോടെ ഇരിക്കുന്ന ഹിമാൻഷി നർവാൾ എന്ന പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസം മധുവിധു ആഘോഷിക്കാനായി ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിനൊപ്പം പെഹൽഗാം താഴ്വരയിൽ എത്തിയതാണ് ഹിമാൻഷി എന്ന ഈ പെൺകുട്ടി. മധുവിധു നാളുകളിൽ തന്നെ അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മാഞ്ഞുപോയ വേദനയിലായിരുന്നു ആ യുവതിയും. അവളുടെ ആ ദൃശ്യം കണ്ട ഭാരതം മുഴുവനും. ഹിമാൻഷിയെ പോലെ ഭർത്താവിനെയും പിതാവിനെയും സഹോദരനെയും ഒക്കെ നഷ്ടപ്പെട്ടവർ ധാരാളം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം കണക്ക് ചോദിച്ചു. 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ സംഹാരം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതികരിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഹിമാൻഷി നർവാളിന്റെ പ്രതികരണമാണ് ഈ ഇന്ത്യ മുഴുവൻ കാത്തിരുന്നത്, ഇന്ത്യയിലെ ഓരോ അമ്മമാരും കാത്തിരുന്നത്, ഇന്ത്യയിലെ ഓരോ സ്ത്രീകളും കാത്തിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ സൈന്യത്തിനും സർക്കാരിനും നന്ദി പറഞ്ഞിരുന്നു ഹിമാൻഷി. ഭീകരവാദത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന ശക്തമായ സന്ദേശമാണെന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് എന്നുമാണ് ഹിമാൻഷിയുടെ വാക്കുകൾ. തിരിച്ചടി ഇവിടം കൊണ്ട് അവസാനിക്കരുതെന്നും ഭീകരവാദത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാകണം ഇത് എന്നും ഹിമാൻഷി പറയുന്നു. തന്റെ ഭർത്താവ് ഡിഫൻസിൽ ചേർന്നത് നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കാനും സമാധാനം കാക്കാനുമാണ്. തീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു തുടക്കമായി ഈ പ്രത്യാക്രമണം മാറണമെന്ന് അദ്ദേഹത്തിനു വേണ്ടി താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഹിമാൻഷിയുടെ വാക്കുകൾ. തങ്ങൾ 26 കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. വിനയുടെയും അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെ കുറവൊരിക്കലും നികത്താനാകില്ല. എന്നാൽ ഭീകരവാദികളോട് കണക്ക് പറഞ്ഞേ മതിയാകൂ. തിരിച്ചടിയിൽ അതിയായ സംതൃപ്തിയുണ്ട്. ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭീകരവാദികൾ തന്നോട് പറഞ്ഞ വാക്കുകളും ഹിമാൻഷി ഓർത്തെടുത്തു. വിവാഹം കഴിഞ്ഞ് 6 ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. തങ്ങളെ വെറുതെ വിടണമെന്നും ദയ കാണിക്കണമെന്നും യാചിച്ചു. എന്നാൽ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പോയി മോദിയോട് ചോദിക്കുന്നത്. അതെ, ഞങ്ങൾ ചോദിച്ചു. അതോടെ അവർക്ക് കൃത്യമായ മറുപടിയും ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഹിമാൻഷിയുടെ വാക്കുകൾ. എന്തായാലും ഈ വാക്കുകൾ, അതായത് മോദിയോട് പോയി ചോദിക്കൂ എന്ന് ഭീകരർ അന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് വേദനിച്ച ഒരുപാട് പേരുണ്ട്. അന്ന് എല്ലാവരും മനസ്സിൽ പറഞ്ഞു, ഓരോ ഭാരതീയനും, രാജ്യസ്നേഹമുള്ള ഓരോ ഭാരതീയനും പറഞ്ഞു, അതെ, മോദി ഇതിന് മറുപടി കൊടുത്തിരിക്കും, മോദിയോട് ചോദിക്കൂ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും മോദി ഇതിന് മറുപടി കൊടുത്തിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായിരുന്നു. എന്നാൽ നാളുകൾ എണ്ണി ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ആശങ്കയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോവുക എന്നത്. എന്നാൽ സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഓരോരുത്തരും ഊഹിച്ചതിനപ്പുറമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊടുത്ത ആ കണക്ക് തീർക്കലും തിരിച്ചടിയും. അതുകൊണ്ട് തന്നെ ഈ വിജയം നരേന്ദ്രമോദിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത്രയും ധൈര്യമുള്ള ഒരു നേതാവ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടികൾ ഉണ്ടാകും. ഒരുപക്ഷെ രാജ്യത്തിന് പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. അപ്പോഴും തീവ്രവാദത്തിനു മുന്നിൽ, ഭീകരവാദത്തിനു മുന്നിൽ കീഴടങ്ങില്ല എന്ന ഒരു ശക്തനായ നേതാവ് നമുക്കുള്ളത് തന്നെയാണ് നമ്മുടെ അഭിമാനവും നമ്മുടെ സംരക്ഷണത്തിന്റെ കാതലായ ഭാഗവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.